ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പരാതിയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം. തീരുമാനമെടുക്കേണ്ടത് കോടതിയും കമ്മീഷനുമാണെന്നും രാജീവ് പറയുന്നു. ഇലക്ഷൻ സമയത്ത് ഇലക്ഷന്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം 17C അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ ഇലക്ഷൻ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഇലക്ഷൻ ഡെമോക്രസിയിലും. ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ഇലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട്, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. അവർ പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക. അതല്ല ചെയ്യേണ്ടത്. ഇത് ഒരു കൃത്യമായ ഇലക്ഷന് സമയം 2 മാസം ഇനി ഇലക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് 1.5 കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജിന്റെ 70,000 വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജിന്റെ ഇലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം? അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം, ഞാനിത് 1.5 മാസം മുമ്പേ പറഞ്ഞതാണ്. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം.